ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹ സമൃദ്ധമായ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ വചനധാരയിൽ അങ്ങയോടൊപ്പം പങ്കുചേരുന്ന എല്ലാ മക്കളെയും അവിടുത്തെ തിരുഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വയ്ക്കുന്നു. കാരുണ്യവാനായ ഈശോ, ഇവരുടെ ജീവിതങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ. ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഉത്തരമായിരിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ സങ്കല്പങ്ങൾക്ക് നീ കൂടെയായിരിക്കണമേ. ഓരോ നിമിഷവും ഇവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ അടയിരിക്കുമ്പോൾ വചനത്തിൻ്റെ ആന്തരികതയിലേക്ക് കടക്കുവാൻ, യേശുവിലേക്ക് കടക്കുവാൻ, സ്വർഗത്തിലേക്ക് എത്തുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ ബൈബിളിലേക്ക് കടക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. വചനം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അതേ മക്കളെ, നമ്മളെ വെട്ടിയെടുത്ത പാറയും നമ്മളെ കുഴിച്ചെടുത്ത ഖനിഗർഭവും ഏതാണ് എന്ന് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം. വിശുദ്ധ ബൈബിളിൽ ആദ്യന്തം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ചങ്ങാത്തം, ഒരു കൂട്ടുകെട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളില് അബ്രാഹത്തിന്റെ ജീവിതം തുടങ്ങുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അവൻ ഏകനായിരിക്കെ ദൈവം വിളിച്ചു, അനുഗ്രഹിച്ചു. ഇതുപോലൊരു വിളിയിലേക്കാണ് നമ്മളെയും ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ആധുനിക തലമുറയിൽ നമ്മളൊക്കെ ഏറെ പ്രതിസന്ധികളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ മാനസിക സംഘർഷത്തെ കൂട്ടുന്നു. മക്കള് അനുസരിക്കാതെ പോകുമ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. നല്ല നടത്തമില്ലാത്ത ജീവിതചര്യയിലൂടെ നമ്മുടെ എല്ലാ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹത്തിലും യുദ്ധത്തിലുമായിരിക്കുന്നു. പ്രകൃതി ദുരിതങ്ങൾ നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ഓർക്കുക, സ്വസ്ഥമായി ശാന്തമായി ഒന്ന് ജീവിക്കുവാൻ പലപ്പോഴും സാധിക്കാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലില്ലേ? അപ്പോഴാണ് വചനം നമ്മളോട് പറയുന്നത്: നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഏതാണ് ഈ വെട്ടിയെടുത്ത പാറയും ഖനിഗർഭവും? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും: ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതെ, ഈ ഖനിഗർഭമാണ് ഛായ, സാദൃശ്യം. അത് ദൈവം തന്നെയാണ്. ഈ ദൈവത്തിൽ നിന്നാണ് എന്നെയും മെനയപ്പെട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നുണ്ടോ? പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകും. എന്നെ കൊള്ളില്ല എന്ന് ഞാൻ പറയും. എനിക്ക് വേണ്ടത്ര സൗന്ദര്യമില്ല, അല്ലെ ശരിയായില്ല, എൻ്റെ നിറത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് അസ്വസ്ഥത പേറുന്നവരാണ്. അപ്പോഴും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമുക്ക് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പേറുന്നവരാണ് ഞാനെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് ഞാൻ ദൈവത്തിലേക്ക് ഒട്ടിച്ചേരാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. വീണ്ടും വിശുദ്ധ ബൈബിളിലേക്ക് നമുക്ക് നോക്കാം. ഈശോയുടെ ജീവിതം ഒന്ന് നോക്കുക. ദൈവപിതാവിൻ്റെ മടിത്തട്ടിലായിരുന്നവൻ ഭൂമിയിലേക്ക് സ്വർഗം വിട്ട് ഇറങ്ങുമ്പോൾ
ദൈവത്തിൻ്റെ ഛായയെ, സാദൃശ്യത്തെ, ത്രിത്വത്തെ ജീവിതത്തിൽ പേറി ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി കടന്നു വന്നവനാണ്. നമ്മെപ്പോലെ ഒരുവനായി ജീവിച്ച ക്രിസ്തു ആകൃതിയിലും സ്വാദൃശ്യത്തിലും മനുഷ്യനെ പോലെ ആയിരുന്നെങ്കിലും പാപമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവൻ നമുക്ക് സദൃശനായിരുന്നു. അനന്തര ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളിലൂടെയും മറയപ്പെട്ട 30 വർഷം ഈശോ കടന്നുപോയി. മാതാപിതാക്കൾക്ക് വിധേയനായി മറയപ്പെട്ട ജീവിതം നയിച്ചു. ഒരു തച്ചന്റെ മകനായി കുടുംബത്തിന്റെ ജോലികൾ ചെയ്ത് ജീവിച്ചു. വീണ്ടും പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ആ 3 വർഷം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ എന്നെ ദൈവം നിയോഗിച്ചതാണ് എന്നുള്ള ഉത്തരവാദിത്വം ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ ഈശോ ലോകത്തിന് മുഴുവൻ നന്മ പ്രദാനം ചെയ്ത് കടന്നുപോയി. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കുരുടർക്ക് കാഴ്ചയും അന്ധർക്ക് മോചനവുമൊക്കെ നൽകി ഈശോ കടന്നു പോകുന്നു. നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും നന്മ ചെയ്യാൻ ഈശോ അതിധാരാളമായി ശ്രദ്ധിച്ചു. നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യവുമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ. 33 വർഷം ജീവിച്ചതിലും 3 വർഷം പരസ്യജീവിതം നയിച്ചപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഈശോ മറ്റുള്ളവർ തന്നിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ട് അവനെ കുരിശിലേക്ക് ഏറ്റുന്ന ഒരു സന്ദർഭം വിശുദ്ധ ബൈബിളില് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. നന്മ ചെയ്ത് കടന്നു പോകുമ്പോഴും നന്മ സ്വീകരിച്ചവർ നന്മയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാം. നന്മ സ്വീകരിച്ച കരങ്ങളിൽ നിന്ന് ഏറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ജീവിതം തന്നെ തീർത്തേക്കാമെന്ന് തോന്നിക്കുന്ന അവസരങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചേക്കാം. അവിടെ ഈശോയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തില് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഈശോ നിൽക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ മനോമുകുരങ്ങളിൽ നമുക്ക് തെളിയിക്കാം. അവിടെ ഈശോയോട് ന്യായാധിപനും പുരോഹിതന്മാരും ഒക്കെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നന്മ ചെയ്തവനെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്, കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്, ക്രൂശിലേറ്റണം എന്ന നിശ്ചയദാർഢ്യത്തോട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവിടെ ചോദിക്കുമ്പോൾ കള്ളസാക്ഷികൾ ഓരോരുത്തരും മാറി മാറി ചോദിക്കുമ്പോഴും ഈശോ അവിടെയൊന്നും മിണ്ടുന്നതായി കാണുന്നില്ല. ഈശോ എന്തുകൊണ്ടാണ് അവിടെ മിണ്ടാതിരുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നവനാണ് എന്നുള്ള തിരിച്ചറിവ്, കർത്താവിനെ തേടുന്നവരെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണ് ഈശോയെ സംസാരത്തിൽ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് താൻ കുരിശിലേറണമെന്നും മറ്റുള്ളവരെ രക്ഷിക്കണമെന്നും ഒക്കെ പറയുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ദൈവപിതാവ് ആ ഉത്തരവാദിത്വം തൻ്റെ ചുമലിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ഈശോ ഒന്നും മിണ്ടുന്നില്ല. നമ്മെ അത്രമാത്രമാണ് സ്നേഹിച്ചത്. എന്നിട്ട് തൻ്റെ ജീവിതം കൊണ്ട് ഈശോ നമ്മോട് പറയുന്നു, മക്കളെ, സഹനത്തിന്റെ വഴിയെ നീ കടന്നു പോകുമ്പോൾ ഈ ഖനിഗർഭത്തിലേക്ക്, നിന്നെ വെട്ടിയെടുത്ത ഈ പാറയിലേക്ക്, ദൈവപിതാവിലേക്ക്, ത്രിത്വ കുടുംബത്തിലേക്ക് അല്ല, എന്നിലേക്ക് നീ ഒന്ന് നോക്കിക്കേ എന്ന് തന്നെയല്ലേ. കുഞ്ഞുമക്കളെ, നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ യേശുവിനെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഉത്തരമായി നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പീഡകളും സഹനങ്ങളും അടികളും എല്ലാം എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ ഈശോ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ഒന്നും മിണ്ടാതെ പിതാവിന്റെ ഇഷ്ടത്തിന് നിലനിന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തില് കുരിശിലേറിയ ഈശോയോട് പടയാളികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പനെ വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് യേശുവിൻ്റെ
മുമ്പിൽ ചോദിക്കുമ്പോൾ ഈശോ അവിടെ വാ തുറക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ് എന്ന് മൂകമായ ഭാഷയിൽ സംസാരിച്ചിട്ട് ദൈവപിതാവിനെ അവഹേളിക്കാൻ അവിടുന്ന് കൂട്ടാക്കിയില്ല. ആ ദൈവഹിതത്തിന് മുമ്പിൽ, മരണത്തിന് മുമ്പിൽ ഈശോ തന്നെ അടിയറവ് വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സഹനത്തിൽ അടിയറവ് വയ്ക്കാത്ത അനേകം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഈശോയെ പോലെ എൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കാൻ എനിക്ക് സാധിക്കണം. ഈ ഖനിഗർഭത്തിനോട്, കെട്ടിയെടുത്ത പാറയോട്, ഈ ത്രിത്വൈക കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ പ്രഭ, ഒരു ആത്മീയ വീര്യം എനിക്കുള്ളപ്പോഴാണ് ഈ സഹനങ്ങളിൽ പതറാതെ നിൽക്കാൻ എനിക്കാവുക. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തില് ദൈവവചനം ഇങ്ങനെ നമ്മോട് പറയും: നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ വചനത്തെ മുമ്പിൽ നമുക്ക് നമ്മളെയൊന്ന് ആത്മപരിശോധന ചെയ്യാം. എനിക്ക് വേണ്ടി ദൈവം പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് രക്ഷ നേടിത്തന്നു. വീണ്ടും എൻ്റെ അടുക്കൽ സഹനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമെന്ന് ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എൻ്റെ യാത്ര എങ്ങോട്ടാണ്? ദൈവപിതാവിലേക്കോ അതോ മാനുഷികതയിലേക്കോ? പലപ്പോഴും സഹനങ്ങളിൽ അടിപതറി മാനുഷിക ആശ്വാസങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ കടന്നു പോകുന്നവരാണ് ജീവിതത്തിൻ്റെ ഭൂരിഭാഗം നിമിഷങ്ങളിലും. നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവപിതാവിൻ്റെ അടുക്കലേക്ക്, നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിന്, പ്രശ്നങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ഇടവക ദേവാലയത്തിൽ കാൽവരി യാഗം പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ ആലസ്യത്തോടെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കട്ടിലിൽ ഞാൻ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, ആലസ്യത്തിൻ്റെ ഒരു ഭാവം എന്നെ വിഴുങ്ങിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സക്രാരിക്കരികിലേക്ക് ചെന്ന് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് സാധിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കെട്ടിപ്പിടിക്കാൻ ഒരു മരക്കുരിശ്, ഇരുന്ന് വിശ്രമിക്കാൻ ഒരു സക്രാരി തണല് എനിക്കുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, എൻ്റെ ജീവിതത്തിന് പ്രതീക്ഷയുണ്ടാകും. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവനും ഈ നിമിഷം കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്ന് കൊടുക്കാം. എന്നെ തകർത്ത് കളയുന്ന എല്ലാ പ്രതിസന്ധികളെയും, കടബാധ്യതകളെയും, എൻ്റെ കണ്ണുനീരിനെയും കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ അത് പിതാവേ, അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന ഈശോയുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ജീവിത പ്രശ്നങ്ങളെ പൊന്നു തമ്പുരാനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ അത് കുത്തിത്തുറക്കപ്പെട്ട ചങ്കിലേക്ക് ഇട്ടുകൊടുക്കും. ആ ചങ്കിലാണ് അത് കിടക്കുന്നത്. പിന്നെ ആ ചങ്കിൽ നിന്ന് വരുന്ന തിരുജലവും തിരുച്ചോരയും നിന്റെ പ്രശ്നങ്ങളെ കഴുകി വെടിപ്പുള്ളതാക്കി ഇല്ലാതാക്കി മാറ്റിത്തരും. ആ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഒന്ന് സമർപ്പിച്ചേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചേ, കുരിശിൻ്റെ ചുവട്ടില് ഒന്ന് സമർപ്പിച്ചേ. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചതാണ്. പക്ഷേ ഒന്നുകൂടെ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒരു പക്ഷിയെ ഒരു നൂലുകൊണ്ട് ബന്ധിച്ചിട്ട് പറപ്പിച്ചു വിട്ടാലും അതിൻ്റെ നൂലിൻ്റെ അറ്റം എൻ്റെ കൈവിരലിലാണെങ്കിൽ ആ പക്ഷിക്ക് യഥായോഗ്യം പറക്കാൻ സാധിക്കില്ലല്ലോ. ഇതുപോലെ എൻ്റെ പ്രശ്നങ്ങളും
ഞാൻ കയ്യിൽ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് ഇടപെടാൻ ഈശോയ്ക്ക് സാധ്യമല്ല. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നത്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അകത്തേക്ക് പ്രവേശിക്കും, അവനോടൊപ്പം ഭക്ഷണം കഴിക്കും. കുഞ്ഞുമക്കളെ, നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും വചനം വായിക്കുന്നവരും ഉദാശകൾ സ്വീകരിക്കുന്നവരും ഒക്കെയാണ്. ഈ ഈശോയെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തി ഈശോയോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതം അർത്ഥപൂർണമായി. പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അല്ലെ നമ്മുടെ വല്യപ്പനും വല്യമ്മച്ചിയും ഒക്കെ നമ്മുടെ ചെറുപ്പത്തിലെ മടിയിലിരുത്തി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥന. ഈശോയെ, എൻ്റെ കണ്ണ് നിന്നോട് ചേർന്നിരിക്കട്ടെ, എൻ്റെ കൈകൾ നിന്നോട് ചേർന്നിരിക്കട്ടെ, എൻ്റെ പാദം നിന്നോട് ചേർന്നിരിക്കട്ടെ, നീ കാണുന്നത് പോലെ കാണാൻ എൻ്റെ കണ്ണിനെ നീ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയം നിന്നോട് ചേർന്നിരിക്കട്ടെ, ആ ഹൃദയത്തിൻ്റെ ഓരോ ഇംഗിതങ്ങളും ഒപ്പിയെടുക്കാൻ എൻ്റെ ആത്മാവിനെയും ഉണർത്തണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന നമുക്കും നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ എൻ്റെ ജീവിതങ്ങളെ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ, എൻ്റെ ബുദ്ധിയെ, മനസ്സിനെ, ഓർമ്മയെല്ലാം ഈശോയോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുരിശിൽ നിന്ന് തിരുരക്തം തൊട്ടെടുത്ത് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴേ വിശുദ്ധ ബൈബിൾ വായിച്ച് വിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങാം. നമ്മൾ പകലിൻ്റെ അധ്വാനങ്ങളെ നടത്തി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് കടന്നു പോകുമ്പോൾ ഈശോയെ പോലെ രാത്രിയുടെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ച് കിടക്കാൻ പോകുമ്പോൾ അവിടെയും വചനം നമുക്ക് ഉറപ്പാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ നെറ്റിത്തടത്തിൽ കുരിശു വരച്ച് വിശുദ്ധ ബൈബിൾ വായിച്ച് ചുംബിച്ച്, ഇതേ ഈശോയെ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നു. ഉണർക്കത്തിലും ഉണർവിലും ആത്മാവിൽ പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു അനുഭവം, ആത്മാവിൻ്റെ നിറവ്, വചനത്തിൻ്റെ അഭിഷേകം, അങ്ങനെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എന്നിൽ സംജാതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കാൻ പോകാൻ സാധിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പുണ്യതമ്പുരാനെ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, നീ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ എൻ്റെ പ്രശ്നങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ, എൻ്റെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തിരുസക്രാരിയിലേക്കും കുരിശിലേക്കും കടന്നു ചെല്ലുവാൻ, വിശുദ്ധ കുർബാനയിലേക്ക്, കുദാശകളിലേക്ക് കടന്നു ചെല്ലുവാൻ എൻ്റെ പൊന്നുതമ്പുരാനെ എന്നെ അനുഗ്രഹിക്കണമേ. ആ വിശുദ്ധ കുർബാനയിൽ നിന്നും വിശുദ്ധ ബൈബിളിൽ നിന്നുമൊക്കെ എന്നെ അകറ്റുന്ന അലസതയുടെയും മന്ദതയുടേതുമായ എല്ലാ പാപ വാസനകളെയും എന്നിൽ നിന്ന് തിരുരക്തമൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നെ ജീവിക്കുന്നു എന്ന അനുഭവത്തിലേക്ക് നീ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തുവോ അതുപോലെ നിന്നെ നോക്കി പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപ, സ്വർഗത്തിൻ്റെ അഭിഷേകം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിത്വൈക കുടുംബത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, നന്ദി.